السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. എന്നും രാവിലെ എഴുന്നേറ്റാൽ തുടക്കം കുറിക്കുന്നത് തന്നെ പരിശുദ്ധമായ ദീനിനെയും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ആക്ഷേപിച്ചുകൊണ്ട് തെരി പറഞ്ഞുകൊണ്ട്. ഷിഹാബുദ്ദീൻ്റെ മരണം അതൊരു പാഠമാണ്. ഈ നിരീശ്വരവാദിയായ ഷിഹാബുദ്ദീൻ പണമുണ്ടാക്കാൻ എന്തെങ്കിലും വഴി വേണമല്ലോ. അപ്പോൾ ഏറ്റവും നല്ല വഴി എന്താണ്? ദീനിനെ ആക്ഷേപിക്കാൻ, അള്ളാഹുവിനെ ആക്ഷേപിക്കാൻ, റസൂലിനെ ആക്ഷേപിക്കാൻ. ഇതാണ് അദ്ദേഹം കണ്ട മാർഗം. ഈ ഷിഹാബുദ്ദീൻ മരിക്കുന്ന നേരം ഇത്തരക്കാരെ കൊണ്ട് ഒരു കുടുംബത്തിന് അപമാനമാണ്. നമ്മുടെ മതമേതാ, നമ്മുടെ ധർമ്മം ഏതാണോ അതനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള പരിപൂർണമായ അവകാശം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. മറ്റുള്ളവരെ ആക്ഷേപിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുക, നമ്മുടെ വാക്കിനാലോ നമ്മുടെ പ്രസ്താവനത്താലോ ഒരാളുടെ മനസ്സ് വേദനിക്കരുത്. അതാണ് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഈ ഷിഹാബുദ്ദീൻ്റെ മരണം ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് എന്ന് പറയാൻ കാരണം, എന്നും എഴുന്നേറ്റുകൊണ്ട് ദീനെ കൊച്ചാക്കി കണ്ടുകൊണ്ട് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ നാം ഓർക്കണം. നാം എത്ര ആക്ഷേപിച്ചാൽ എന്ത് ചെയ്താൽ അവസാനം മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കാണ്. നിരീശ്വരവാദികൾ അവർക്കുള്ള ശരീരത്തെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് സമർപ്പിക്കാറുണ്ട്. അങ്ങനെ എല്ലാം മെഡിക്കൽ കോളേജുകൾ സ്വീകരിക്കാൻ അത്രക്കും സ്വീകരിക്കാനുള്ള അവസരമൊന്നും അവിടെ ഇല്ല. നാം ആരാണെങ്കിൽ നമ്മുടെ നിരീശ്വരവാദം, നമുക്ക് മറ്റെന്തെങ്കിലും വാദങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളത് മറ്റുള്ളവരുടെ മനസ്സിനെ, മറ്റു ധർമ്മങ്ങളെ, മറ്റു മതങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടാകരുത്. നാം എല്ലാവരും, അതാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്, അന്നാസു ഇഖ്വ, മനുഷ്യൻ പരസ്പരം സഹോദരങ്ങളാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കൂ, ഒരു ശവശരീരത്തെ കൊണ്ടുപോകുമ്പോൾ ഹബീബ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് കണ്ടവ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അതൊരു മയ്യത്തല്ല നബിയെ, അത് പോകുന്നത് ഒരു ശവശരീരമാണ് എന്ന്. തായ റസൂൽ പറഞ്ഞു, അത് ബഹുമാനിക്കേണ്ടതാണ് എന്നാണ്. അതുകൊണ്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ആ ആയത്തിൽ, ആ സൂറത്തിൽ വിശാലമായി പറഞ്ഞു, അവരുടേത് അവർക്കാണ്. മറ്റു മതങ്ങളെ ബഹുമാനിക്കാനോ ആദരിക്കാൻ എല്ലാവർക്കും അത് സാധ്യമല്ല. വലിയ മനസ്സിൻ്റെ ഉടമകൾക്ക്, വിശാലത ഉള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ. പരിശുദ്ധമായ ദീൻ ആക്ഷേപിച്ചുകൊണ്ട് ഈ ഷിഹാബുദ്ദീന്റെ ശവശരീരത്തെ സ്വീകരിക്കാൻ ആരെങ്കിലും വന്നോ? ആക്ഷേപിച്ചുകൊണ്ട് പറയുകയല്ല. ഇതിലൊക്കെ നമുക്ക് പാഠമുണ്ട്. നമുക്ക് കിട്ടുന്ന സമയവും അവസരങ്ങളും പരസ്പരം സ്നേഹം, ബന്ധമുണ്ടാക്കാൻ, മറ്റു മതങ്ങളെ, ധർമ്മസ്ഥരെ ആദരിക്കാൻ. ഈ അടുത്തൊരു സുഹൃത്ത് ട്രെയിനിൽ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, കോഴിയുടെ ബിരിയാണി ഇങ്ങനെ കഴിക്കുമ്പോൾ മുമ്പിലിരിക്കുന്നത് ഒരു ബ്രാഹ്മണനായിരുന്നു. അയാൾക്ക് നൽകുമ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ ഇത് കഴിക്കാറില്ല, മാംസങ്ങളൊന്നും കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ ആ മുസ്ലിം സഹോദരങ്ങൾ അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു. എന്തുകൊണ്ട്? അവരെ ഒന്ന് ആദരിച്ചതാണ്. അതാണ് നമുക്ക് വേണ്ടത്, അതല്ലാതെ ആക്ഷേപിച്ചു കൊണ്ടല്ല. കാരണം നമ്മുടെ അവസാനം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ ആക്ഷേപിക്കുന്ന ഈ വ്യക്തികളായിരിക്കും നമ്മുടെ ജീവൻ സംരക്ഷിക്കേണ്ടി വരുന്നത്, ഇവരെ കൊണ്ടായിരിക്കും രക്ഷപ്പെടേണ്ടി വരുന്നത്. അത് തന്നെയാണ് ഈ ഷിഹാബുദ്ദീന് സംഭവിച്ചത്. ഷിഹാബുദ്ദീൻ മരണപ്പെട്ടപ്പോൾ ശരീരത്തെ ആരുണ്ട് ഏറ്റെടുക്കാൻ? കുടുംബക്കാർക്ക് കൈ ഒഴിവാക്കാൻ പറ്റുമോ? കാരണം കൂടെ പിറപ്പല്ലേ. പള്ളിയിലേക്ക് കൊണ്ടുപോയാൽ സ്വീകരിക്കുമോ? എങ്ങനെ പറയാം? കാരണം ഇയാളുടെ പ്രവൃത്തി എല്ലാവർക്കും അറിയാമായിരുന്നു. ആ സമയത്ത് ഈ ശവശരീരത്തെ ആ പള്ളി കമ്മിറ്റി സ്വീകരിച്ചു, മറമാടാനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു. ഇത് വലിയ പാഠമല്ലേ? നാം എന്തിനാണ് പരസ്പരം തമ്മിൽ ജനങ്ങളെ വെറുപ്പിക്കുന്ന വാക്കുകളും വാദങ്ങളും പറഞ്ഞ് നാം എത്ര കണ്ട് ആക്ഷേപിച്ചാലും, എത്ര കണ്ട് ചെയ്താലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മരിക്കേണ്ടവരാണ്.
ആ മരിക്കുന്ന സമയത്ത് ജനങ്ങൾ അതിനെക്കുറിച്ച് എന്ത് വിലയിരുത്തും? അവസാനം ഇങ്ങനൊരവസ്ഥ, ആരാണോ ആക്ഷേപിക്കപ്പെട്ടവർ അവർ തന്നെ സ്വീകരിക്കാനും എത്തേണ്ട ഒരവസ്ഥ. അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരുണ്ടായോ അദ്ദേഹത്തെ സ്വീകരിക്കാൻ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടി കഴിയണം. നമ്മുടെ രാജ്യം അതാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. പരിശുദ്ധമായ ദീനും അതാണ് പഠിപ്പിക്കുന്നത്. ദീൻ ഗൗരവത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു ശത്രുവാണല്ലോ അബൂജഹൽ. മൂസാ നബിയുടെ ശത്രു ഫിറഔൻ, അതേപോലെ എൻ്റെ ശത്രു അബൂജഹൽ എന്ന് പറഞ്ഞ മുത്തായ റസൂൽ. ആ അബൂജഹലിൻ്റെ മകൻ തനിയെ ഒരു ശത്രുവാണ്, ഒരു ശത്രുവിൻ്റെ മകനുമാണ്. പരിശുദ്ധമായ ദീൻ പ്രാബല്യത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പലരും നാട് വിട്ടുകൂടി. അബൂജഹലിൻ്റെ മകനും ഓടി. ഓടിയപ്പോൾ മുത്തായ ഹബീബിൻ്റെ മനോഹരമായ സ്വഭാവത്തിൻ്റെ അവസ്ഥയ്ക്ക് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഹബീബിനെ കാണാനായി വന്നു. ആരാ വരുന്നത്? തൻ്റെ കയ്യിൽ പവറും സ്ഥാനവും എല്ലാം ഇരിക്കുമ്പോൾ അതിക്രൂരമായി ആക്രമിച്ച അബൂജഹലിൻ്റെ മകനാണ്. കടന്നു വരികയാണ്. മുത്തായ ഹബീബ് എഴുന്നേറ്റ് ബഹുമാനിച്ചുകൊണ്ട് സ്വീകരിച്ചു. അയാൾ പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇക്രിമ റളിയല്ലാഹുവിൻ്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു എന്ന് പറയുന്നു. ഹബ്ബാർ, എത്ര സംഭവങ്ങളാണ്. വഹ്ഷ്, ഹിന്ദ്, ഇവരൊക്കെ ആരാണ് ഒരു കാലത്തൊക്കെ? ഹംസത്തുൽ ഖറാർ റളിയല്ലാഹുവിനെ ഇഞ്ചിഞ്ചായി കൊന്നവരാണ്. തായ് ഹബീബ് സങ്കടപ്പെട്ടു. ഞാൻ ആരറിയോ നബിയെ, അങ്ങയുടെ എളാപ്പയെ കൊന്ന ആളാണ്. റസൂലുക്ക് കരച്ചിൽ വന്നു. എന്നാലും പൊരുത്തു കൊടുത്തു. അത് വലിയ മനുഷ്യന്മാർക്ക് മാത്രമാണ്. നമുക്കാരെങ്കിലും ദ്രോഹം ചെയ്താൽ, ഉപദ്രവം ചെയ്താൽ അതെല്ലാം നാം അങ്ങ് മറന്നേക്കണം. നാം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്ത് നാം എന്നും ഓർക്കണമെന്നാണ് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ചിലപ്പോൾ ഇത് തന്നെയാണല്ലേ ഇവിടെ കണ്ടത് ഷിഹാബുദ്ദീൻ്റെ ഭരണത്തിൽ. ഷിഹാബുദ്ദീൻ ചെയ്ത അക്രമങ്ങളോ അല്ലേ? ജീവിച്ചിരിക്കുന്ന കാലത്ത് ദീനിനെയും അല്ലാഹുവിനും അധിക്ഷേപിച്ചുകൊണ്ട് ചെയ്ത മനുഷ്യനെ എല്ലാം അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ മറമാടാനുള്ള അവസരം കൊടുത്തു. ഇതാണ് ദീന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ചുരുങ്ങിയ ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ വെറുപ്പും ആക്ഷേപം വാങ്ങി ജീവിക്കുന്നതിനേക്കാൾ ഖൈർ എല്ലാവരുടെ സ്നേഹത്തോട് സന്തോഷത്തോടു കൂടി. എപ്പോഴെന്നറിയില്ല, വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നവൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കഫൻ പുടവയിൽ പൊതിഞ്ഞുകൊണ്ടാണ്. അത്രയുള്ള മനുഷ്യന്റെ ജീവിതം പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഉളുക്കാനോ കേൾക്കാനോ പറ്റാത്ത രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട്, മറ്റു മതങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ഒന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇവിടെ മതവിദ്വേഷം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അവരവരുടെ മതമനുസരിച്ച് അവർ ജീവിക്കട്ടെ. അവർക്ക് ചിന്തിക്കാനും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അവരെ പഠിച്ചോട്ടെ. പഠിച്ച് പരിശുദ്ധമായ അവരവർക്കുള്ള ഏത് മതങ്ങൾ അവർക്ക് വേണോ അതവർ സ്വീകരിച്ചോട്ടെ. നിരീശ്വരവാദമാണെങ്കിൽ അങ്ങനെ അവർ പോട്ടെ. അതല്ലാതെ മറ്റുള്ളവരെ ആക്ഷേപിക്കാനോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഒരിക്കലും നാം പോകരുത്. ഇതാ ഈ ഒരു അവസ്ഥ നമുക്കും വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു മരിക്കുന്നത് വരെ പ്രിയപ്പെട്ടവരെ ആരെയും വേദനിപ്പിക്കാതെ എല്ലാ മതങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചൊരു മാതൃകയുണ്ടല്ലോ, എല്ലാവരും അംഗീകരിച്ചു കൊണ്ടുള്ള ജീവിതം, ആ മനോഹരമായ ജീവിതം നയിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.